നിങ്ങളുടെ പേരെന്താണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം. അത് തമിഴിൽ പറയുമ്പോൾ ഉങ്ങളുടെ പേരെന്ന, അത് നമ്മൾ ബഹുമാനം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പേരെന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉങ്ങളുടെ പേരെന്ന. നമ്മളിപ്പോൾ നമ്മുടെ പ്രായമുള്ള അതേ സെയിം ഏജ് ഉള്ള ആളുകളോട് ഒക്കെ പറയല്ലേ, നമ്മളെ കാണാൻ പ്രായം കുറഞ്ഞ ആളോട് പറയുമ്പോൾ ഉന്നുടെ പേരെന്ന അല്ലെ ഉൻ പേരെന്ന അങ്ങനെ ചോദിക്കാം. അതാണ് ഈ നമ്മളുടെ നിങ്ങളുടെ പേരെന്താണ് അല്ലെ നിന്റെ പേരെന്താണ് എന്നതിൻ്റെ തമിഴ് വേർഷനാണത്. ഇനി അത് കന്നഡത്തിലേക്ക് പോകുമ്പോൾ കർണാടകത്തിലെ കന്നഡ ഭാഷയാണ് കർണാടകത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ കന്നഡയിലേക്ക് പോകുമ്പോൾ നിംദു ഹെസറു ഏനു, നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട്. നിംദു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ഹെസറു എന്ന് പറഞ്ഞാൽ പേര്, ഏനു എന്താണ്. അപ്പോൾ നിംദു ഹെസറു ഏനു അങ്ങനെ ചോദിക്കാം. അത് നമ്മളിപ്പോൾ സാധാരണ നമ്മളെക്കാണെ പ്രായം കുറഞ്ഞതും നമ്മളെ സമപ്രായമുള്ള ആളോട് സംസാരിക്കുമ്പോൾ നിന്ന ഹെസറു ഏനു, നിന്ന ഹെസറു ഏനു അങ്ങനെ ചോദിക്കാം സാധാരണ നിലയിൽ. ഇനി അത് തെലുങ്കിലേക്ക് പോകുമ്പോൾ നീ പേരു എം ടി, നീ പേരു എം ടി അങ്ങനെയാണ് തെലുങ്കിൽ പറയാ. നിന്റെ പേരെന്താണ്, നീ പേരു എം ടി. വളരെ സിമ്പിൾ അല്ലേ ഇത്. നമ്മൾ അറിയില്ലെങ്കിൽ ആനയെ അറിയില്ല എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ പണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളതിന് ആയിട്ടൊരു ടച്ച് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് ഭയങ്കര വിഷമം, ബുദ്ധിമുട്ട് എന്നൊക്കെ തോന്നുന്നതാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെന്തും എത്ര വലിയ ആനക്കാരിയായാലും അതിനെ നമുക്ക് കീഴടക്കാൻ പറ്റും എന്നുള്ളത് വാസ്തവമാണ്. അത് നിരന്തരമായ പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴും എങ്ങനെയെല്ലാം നമുക്ക് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ പേരെന്താണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം. അത് തമിഴിൽ പറയുമ്പോൾ ഉങ്ങളുടെ പേരെന്ന, അത് നമ്മൾ ബഹുമാനം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പേരെന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉങ്ങളുടെ പേരെന്ന. നമ്മളിപ്പോൾ നമ്മുടെ പ്രായമുള്ള അതേ സെയിം ഏജ് ഉള്ള ആളുകളോട് ഒക്കെ പറയല്ലേ, നമ്മളെ കാണാൻ പ്രായം കുറഞ്ഞ ആളോട് പറയുമ്പോൾ ഉന്നുടെ പേരെന്ന അല്ലെ ഉൻ പേരെന്ന അങ്ങനെ ചോദിക്കാം. അതാണ് ഈ നമ്മളുടെ നിങ്ങളുടെ പേരെന്താണ് അല്ലെ നിന്റെ പേരെന്താണ് എന്നതിൻ്റെ തമിഴ് വേർഷനാണത്. ഇനി അത് കന്നഡത്തിലേക്ക് പോകുമ്പോൾ കർണാടകത്തിലെ കന്നഡ ഭാഷയാണ് കർണാടകത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ കന്നഡയിലേക്ക് പോകുമ്പോൾ നിംദു ഹെസറു ഏനു, നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട്. നിംദു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ഹെസറു എന്ന് പറഞ്ഞാൽ പേര്, ഏനു എന്താണ്. അപ്പോൾ നിംദു ഹെസറു ഏനു അങ്ങനെ ചോദിക്കാം. അത് നമ്മളിപ്പോൾ സാധാരണ നമ്മളെക്കാണെ പ്രായം കുറഞ്ഞതും നമ്മളെ സമപ്രായമുള്ള ആളോട് സംസാരിക്കുമ്പോൾ നിന്ന ഹെസറു ഏനു, നിന്ന ഹെസറു ഏനു അങ്ങനെ ചോദിക്കാം.